ഇവിടെ ആയിരുന്നില്ലേ നിത്യ? ഇവിടെ മതിയമ്മ. അച്ഛൻ പറഞ്ഞതാ ശരി. ഈ വീടും ഇവിടുത്തെ ഈ അന്തരീക്ഷവും ശരി. ഇവിടെ നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. നീ എല്ലാവരെയും കൊലയ്ക്ക് കൊടുത്തേ അടങ്ങൂ. അമ്മേ, നിത്യയുടെ ആത്മാവ് എന്നെ ഒന്നും ചെയ്യില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആ ഉറപ്പ് അച്ഛനും ഉണ്ട്. ഇല്ലാത്തത് ശരത്തിന് മാത്രം. എന്തുകൊണ്ടാ ശരത്ത് നിത്യയുടെ ആത്മാവിനെ പേടിക്കുന്നത് എന്നമ്മ അന്വേഷിച്ചോ? അതിനുള്ള ബാധ്യത അമ്മയ്ക്കില്ലേ? അവനമ്മ, അവന എല്ലാത്തിനും കാരണം. എന്നിട്ട് രക്ഷപ്പെടാൻ നോക്കുന്നു. സമ്മതിക്കോ അതിന്? സമ്മതിക്കാൻ പാടുണ്ടോ? ഇല്ല, ഞാനും അച്ഛനും ഒന്നും അതിന് സമ്മതിക്കില്ല. അതുകൊണ്ട് ആ ആഗ്രഹങ്ങളൊക്കെ അമ്മ മാറ്റിവെക്കാൻ നോക്ക്. വീട് മാറ്റം നടക്കില്ല. ആരാഗ്രഹിച്ചാലും നടക്കില്ല. ദുഷ്ടയാ നീ. ഞങ്ങൾ നശിച്ച് കാണണം നിനക്ക്. നശിക്കാതിരിക്കാനാ അമ്മേ ഞാനിങ്ങനെയൊക്കെ വാശി പിടിക്കുന്ന. അതമ്മയ്ക്ക് മനസ്സിലാവും. ഇപ്പോഴല്ല, പിന്നെ. ഇപ്പം അമ്മച്ചല്ല, എനിക്ക് കുറച്ചേരം തനിച്ചിരിക്കണം. ഞങ്ങളെയൊക്കെ സഹായിച്ച് മതിയായില്ലേ നിനക്ക്? ഇനി ഞങ്ങളെ ദ്രോഹിക്കാനുള്ള പുറപ്പാടാണ്. അച്ഛാ, അതിന് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. ആ, നീയൊന്നും ചെയ്തില്ല, ചെയ്യിച്ചു. അല്ലെങ്കിൽ ചെയ്യിക്കാൻ നോക്കുന്നു. അതൊന്നും വേണ്ട. എടാ, എൻ്റെ മോടെ ആത്മാവിനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്ന് നിനക്കെന്നാ നിർബന്ധം? നിർബന്ധം എനിക്ക് മാത്രമായിരുന്നില്ലല്ലോ. ദേ, മുത്തശ്ശിക്ക് ഉണ്ടായിരുന്നു. അതെ മനോഹര, ആത്മാവ് ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ശരിയല്ല. അതിനെ എത്രയും പെട്ടെന്ന് പരലോകത്ത് എത്തിക്കണം മനോഹര. മരിച്ച മനുഷ്യരുടെ ആത്മാക്കള് ഭൂമി വിട്ടു പോകാതിരിക്കുന്നത് ദോഷ. എൻ്റെ മോടെ ആത്മാവ് ഇവിടെ തന്നെ ഉണ്ടെന്ന് നിങ്ങളോടൊക്കെ ആരാ പറഞ്ഞു? അതിന്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്നില്ലേടാ. എന്ത് ലക്ഷണങ്ങള്? ഇവൻ ഓരോന്ന് പറയുന്നു, നിങ്ങളതൊക്കെ വിശ്വസിക്കുന്നു. അതല്ലേ ഇവിടെ നടക്കുന്നത്. ഒന്ന് പ്രശ്നം വെച്ച് നോക്കിയാൽ എന്താ കുഴപ്പം? അതെ, ആത്മാവ് പോയെന്നൊക്കെ അറിയാമല്ലോ. ആ, ശരത്തെ, ഈ കുടുംബത്തിന്റെ നാഥൻ ഞാനാ, നീയല്ല. നിത്യ എൻ്റെ മോളാ. എൻ്റെ കുഞ്ഞിൻ്റെ ആത്മാവ് ഈ വീട്ടിലുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല, സന്തോഷവും. എൻ്റെ മോളുടെ ആത്മാവിനെ ആരെങ്കിലും പേടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പം ഈ നിമിഷം ഈ വീട് വിട്ടിറങ്ങാം. ഇവിടെ താമസിക്കണമെങ്കിലേ എൻ്റെ ഇഷ്ടത്തിന് താമസിക്കണം. അറ്റത്തിനെങ്കിലും പോവാം. ആരും ആരെയും തടയാൻ വരുന്നില്ല. അതെ, ഒരുതരം അഹങ്കാര വർത്തമാനാ നീ പറയുന്നേ. ഇതിന്റെ പേരിൽ അനർത്ഥങ്ങൾ സംഭവിച്ച ആര് സമാധാനം പറയടാ? അമ്മേ, മകനും മകളും മരിച്ചൊരു അച്ഛനാ ഞാൻ. അതിലും വലുതായിട്ട് എന്ത് അനർത്ഥമാണ് എനിക്ക് ഈ വീട്ടിൽ സംഭവിക്കാനുള്ള? കൂടി വന്നാൽ ഞാനങ്ങോട്ട് മരിക്കുമായിരിക്കും. എനിക്ക് സന്തോഷവും. അതുകൊണ്ട് ജ്യോത്സ്യനും വേണ്ട, ജ്യോതിഷവും വേണ്ട. ഇത് എൻ്റെ തീരുമാനമാണ്. എതിർക്കുന്നവരുടെ സ്ഥാനം ഈ വീടിന് പുറത്തായിരിക്കും. എത്രയും പെട്ടെന്ന് ആ കേസിന്റെ അന്വേഷണം എവിടം വരെ എത്തിയെന്നൊന്ന് അന്വേഷിക്കണം. മോക്ക് മനസ്സിലായില്ലേ ജ്യോത്സ്യനെ കൊണ്ടുവരാൻ അവൻ കഷ്ടപ്പെടുന്നത് എന്തിനാണെന്ന്?
ഓ മനസ്സിലായി. ജോത്സ്യൻ വന്ന് ഇവിടെ പ്രേതബാധയുണ്ടെന്ന് പറയണം. ആ പേരും പറഞ്ഞ് അവനോട് രക്ഷപ്പെടണം. അതെ, അതിന് സമ്മതിക്കരുത്.